നമസ്കാരം 26 ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ ചേരുന്നത് LDF പ്രതിനിധി ശ്രീ പീതാംബരൻ നായർ, UDMന് വേണ്ടി ശ്രീ BD ഗിരീശൻ, UM ബിച്ചു, AJPയെ പ്രതിനിധീകരിച്ച് ശ്രീ നിഖിൽ പേരാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ സുരേഷ് വാര്യർ. ശ്രീ പീതാംബരൻ നായർ, എന്താണ് ഇലക്ഷൻ പ്രതീക്ഷകൾ? തുടർഭരണം 230 സീറ്റും ഞങ്ങൾ പിടിക്കും. കേരളത്തിൽ 140 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. കേരളത്തിൽ എത്ര മണ്ഡപങ്ങൾ ഉണ്ടെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. എങ്കിലും അതൊന്നും മനസ്സിലാക്കി. സുരേഷ് വാര്യർ എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. ഹാഷിഷ്മി, എന്റെ നിരീക്ഷണമാണോ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു കോളത്തിൽ ഒരു കസേര 2 പേരുണ്ട് എന്നൊരു തോന്നൽ. അവിടെ 2 പേരുണ്ട് സുരേഷ്. എന്റെ നിരീക്ഷണം ശരി. ശ്രീ നിഖിൽ പേരാർ ഈ ഇലക്ഷൻ എങ്ങനെ നോക്കിക്കാണുന്നു? ശുഭപ്രതീക്ഷ. എല്ലാ സംസ്ഥാനങ്ങളിലും ജയിക്കും. അയ്യപ്പനാണ്. തൃപ്പൂണിത്തുറ പിടിക്കുമെന്ന് ഉറപ്പുണ്ടോ നിഖിൽ? തൃപ്പൂണിത്തുറയിൽ ആരാ നിർത്തിക്കണെന്ന് അറിയാലോ? അറിയാം, ഞങ്ങൾക്കറിയാം. അറിയാലോ, പിന്നെന്തിനാ ചോദിക്കണം? അറിയാലോ? അല്ല, ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയാലോ, പിന്നെന്തിനാ ഞാൻ ഇപ്പൊ പറയണേ? ആരാണ്? എനിക്കറിയാലോ, പിന്നെന്തിനാ ഞാൻ പറയണേ? ഹാഷിഷ്മി, എന്റെ നിരീക്ഷണമാണോ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഇയാൾ ഫോൺ ചെയ്യുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തുറ നിക്കട്ടെ നിഖിൽ. ആലുവയിൽ ആരാണ്? ആലുവയിലെ ഒരുപാട് സിനിമാ നടന്മാര് രാഷ്ട്രീയക്കാർ നിൽക്കുന്നുണ്ട്. ഇത് കൺഫേം 100 കോടി അടിക്കും. 100 കോടിയോ? അല്ല, 100 സീറ്റ് പിടിക്കും. അടുത്തത് മിസ്റ്റർ BD ഗിരീശൻ. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ കമന്റ്സ് മെയ്ഡ് ബൈ ദ റഷ്യൻ പൊളിറ്റീഷ്യൻ വ്ളാഡിമിർ ഡിസ്റ്റോസ്കി? ആശിഷ്മി, ഈ ദേശീയ ഗാനം പോലും നേരെ ചൊവ്വേ അറിഞ്ഞുകൂടാത്ത ഇവരൊക്കെ എന്തിനാണ് ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുന്നത്? എന്നാൽ പീതാംബരൻ പറയൂ. വാട്ട് വിൽ ഡിസ്റ്റോസ്കി അബൌട്ട് ദ കേരള പൊളിറ്റിക്സ്? ഡിസ്കോസ്കി can you എങ്കിൽ ഞാൻ അതേ ക്വസ്റ്റ്യൻ ശ്രീ നിഖിൽ പേരാറിനോട് ഉന്നയിക്കുന്നു. ഹാഷിഷ്മി, എന്റെ തോന്നലാണോ നിരീക്ഷണമാണോ എന്നറിയില്ല. സുരേഷ് വാര്യർ പറഞ്ഞോളൂ. നമ്മളെല്ലാവരും ഒരു സ്റ്റുഡിയോയിലല്ലേ, പിന്നെ ഇയാളും മാത്രം എന്തിനാ ഈ സ്റ്റക്കായിരിക്കുന്നത്? അത് സ്റ്റക്കല്ല, അദ്ദേഹത്തിന്റെ അടവാണ്. പ്രൈം ടൈം ചർച്ചയിൽ ഒരിടവേള. സ്വർണം കട്ടത് ആരപ്പാ? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെ ഇത് ടോസ് ഇട്ടെടുക്കും സീറ്റ്? ഇതൊക്കെ ലോക്കമായിട്ട് തീരുമാനിക്കണേ. തിരിച്ചു വരാം 26 പ്രൈം ന്യൂസിലേക്ക്. ഇപ്പോൾ കിട്ടിയ എക്സ്ക്ലൂസീവ് വാർത്ത, കേരള രാഷ്ട്രീയം കുലുങ്ങാൻ പോകുന്നു. കേരള ഫയൽസ് പുറത്ത്. ഇവിടെയുള്ള പല വൻപന്മാരുടെയും പേരുകൾ ഈ വരും മണിക്കൂറുകളിൽ കാത്തിരിക്കുന്നു. എന്റെ നിരീക്ഷണമാണോ തോന്നലാണോ എന്നറിയില്ല. ഇവിടെ ഈ 4 കോളവും ഇപ്പൊ കാലിയാണ്. താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ്. ഇനി ആരെയൊക്കെ കാണണമെന്ന് കേരളം തീരുമാനിക്കും. വോട്ട് വൈസ്ലി, ലീവ് വെൽ.